നമസ്തേ. നമ്മൾ ദേവി മഹാത്മ്യത്തിൻ്റെ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സാ സാവർണി, ആ സാവർണി, രവേ തനയ മഹാഭാഗഃ, സൂര്യപുത്രനായ മഹാഭാഗഃ, മഹാഭാഗ്യവാൻ, മഹാമായാനുഭാവേന, മഹാമായയുടെ പ്രഭാവത്താൽ, മഹാമായാപ്രഭാവത്താൽ, യഥാ എങ്ങനെ, മന്വന്തരാധിപ, മന്വന്തരാധിപനായി, ബഭൂവ ഭവിച്ചു, 71 ചതുർയുഗങ്ങൾ ചേർന്ന മന്വന്തരത്തിൻ്റെ അധിപനായി എങ്ങനെയാണ് ആ പ്രസിദ്ധനായ സാവർണി എന്ന സൂര്യപുത്രൻ മാറിയത് എന്നാണ്. അപ്പോൾ പ്രസിദ്ധനായ സാവർണി എന്ന സൂര്യപുത്രനായ ആ മഹാഭാഗ്യവാൻ മഹാമായയുടെ പ്രഭാവത്താൽ 71 ചതുർയുഗങ്ങളുടെ അധിപനായി ഭവിച്ചു എന്നത് വിസ്തരിച്ചു പറയാം, കേട്ടാലും എന്നാണ്. പ്രസിദ്ധനായ ആ സൂര്യപുത്രനായ സാവർണി മഹാമായയുടെ അനുഗ്രഹത്താല്, മഹാമായയുടെ പ്രഭാവത്താല് എങ്ങനെ 71 ചതുർയുഗങ്ങളുടെ മന്വന്തരത്തിൻ്റെ അധിപനായി ഭവിച്ചു എന്ന് പറയാം, കേട്ടാലും. ശ്രദ്ധിച്ച് കേൾക്കണം, അതാണ് ഇതിൻ്റെ ഇത്. ശ്രദ്ധിച്ച് കേൾക്കണം, അതാണ് കേട്ടാലും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ശ്രദ്ധിച്ച് കേൾക്കണം. മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപ സ ബഭൂവ മഹാഭാഗ സാവർണിസ്തനയോരവേ. മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപ സ ബഭൂവ മഹാഭാഗ സാവർണിസ്തനയോരവേ. മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപ സ ബഭൂവ മഹാഭാഗ സാവർണിസ്തനയോരവേ. സ സാവർണി, സ ആ പ്രസിദ്ധനായ, സ അതാണ് സ സാവർണി, ആ പ്രസിദ്ധനായ സാവർണി എന്ന രവേ തനയ, രവേ സൂര്യ, തനയ പുത്രനായ, രവേ തനയ സൂര്യപുത്രനായ, മഹാഭാഗ മഹാഭാഗ്യവാൻ, മഹാഭാഗ മഹാഭാഗ്യവാൻ, യഥാ മഹാമായാനുഭാവേന, മഹാമായാനുഭാവേന മഹാമായയുടെ പ്രഭാവത്താൽ, യഥാ എങ്ങനെ, യഥാ എങ്ങനെ, മന്വന്തരാധിപ മന്വന്തരാധിപനായി, ബഭൂവ ഭവിച്ചു, എങ്ങനെ മന്വന്തരാധിപനായി ഭവിച്ചു. മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപ സ ബഭൂവ മഹാഭാഗ സാവർണിസ്തനയോരവേ. എങ്ങനെയാണ് ആ സൂര്യപുത്രനായ മഹാഭാഗ്യവാൻ മഹാമായയുടെ പ്രഭാവത്താൽ മന്വന്തരങ്ങളുടെ അധിപനായി ഭവിച്ചത് എന്ന് ഞാൻ വിസ്തരിച്ച് പറയുകയാണ്, ഇത് കേട്ടാലും. ഇവിടെ ഇതേ അവസ്ഥ ഉണ്ടാകുന്നതാണ് ഓരോ മനുഷ്യരിലും. അതുകൊണ്ട് ഓരോ മനുഷ്യരും ആ മന്വന്തരത്തിൻ്റെ അധിപനായി തീരത്തക്ക രീതിയിൽ ഉയരാനാണ് ദേവി മഹാത്മ്യം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സുകൊണ്ട് ആ ദേവിയുടെ അനുഗ്രഹത്തെ കിട്ടിയിട്ട്, ആ ദേവിയുടെ പ്രഭാവത്തെ ഉൾക്കൊണ്ടിട്ട് എങ്ങനെ നമ്മുടെ ഈ ശരീരത്തിലേക്ക് വന്നിട്ടുള്ള ആത്മാവിനെ മോക്ഷപ്രദമാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും, എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നാണ് നമ്മളിത് പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് ആത്മാവ് വന്നിട്ടുള്ളത് എന്തിനാ? ഇനി ഒരു ശരീരം ലഭിക്കാതെ ഭഗവാന്റെ അടുത്തേക്ക് മോക്ഷപ്രദമാകണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഈ ശരീരത്തിലൂടെ ഈ ആത്മാവിന് മോക്ഷപ്രദമാകുന്നതിന് വേണ്ടതായ കർമ്മങ്ങളെ, അനുഷ്ഠാനങ്ങളെ
നടത്തി ആത്മാവിന് ശുദ്ധത വരുത്തുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവിന് ശുദ്ധത വരുത്തുകയാണ് നമ്മുടെ ധർമ്മം. അത് നമ്മുടെ ഈ സഞ്ചാരപഥത്തിൽ എത്രത്തോളം നടക്കുമെന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഭഗവത് നിശ്ചയത്തിൻ്റെ ഭാഗം കൂടെയാണ്. എങ്കിലും നമ്മുടെ കർമ്മപഥത്തെ അതിലേക്കായി ഓരോ ചുവടുകൾ മുന്നോട്ട് വയ്ക്കാൻ ഈ ദേവി മഹാത്മ്യം നമ്മെ സഹായിക്കും. അതുകൊണ്ട് ആണ് പറയുന്നത്, ആ പ്രസിദ്ധനായ സാവർണി എങ്ങനെയാണോ മഹാമായയുടെ പ്രഭാവത്താൽ 71 ചതുർയുഗങ്ങളുടെ അല്ലെങ്കിൽ ഒരു മന്വന്തരാധിപൻ ആയ മന്വന്തരത്തിൻ്റെ അധിപനായി തീർന്നത്, 71 ചതുർയുഗങ്ങളുടെ അധിപനായി തീർന്നത്, അങ്ങനെ ആ ചതുർയുഗങ്ങളുടെ അധിപനായി തീർന്ന ആ കഥ ഞാൻ പറയുകയാണ്. അത് കേട്ടാലും അത് വെറുതെ അങ്ങോട്ട് കേൾക്കുകയല്ല ചെയ്യേണ്ടത്. അത് കേട്ടിട്ട് അതിനെ ഉൾക്കൊണ്ട് അതിനെ ശരിക്കും മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് മനസ്സിലായി കഴിഞ്ഞാലാണ് നമ്മുടെ ആത്മാവിന് പരിവർത്തനം ഉണ്ടാകുക. ദേവി മഹാത്മ്യം കേട്ട് കഴിയുമ്പോൾ ആത്മാവിന് പരിവർത്തനം ഉണ്ടാകണം. ആ പരിവർത്തനം ദേവി മഹാത്മ്യത്തിലൂടെ നമുക്ക് ലഭിക്കണം, ഓരോരുത്തർക്കും ലഭിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ വീഡിയോയിൽ ദേവി മഹാത്മ്യം രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പരിവർത്തനങ്ങൾ എങ്ങനെ ആകണം എന്ന്. അടിയറിവ് പറയുന്നതല്ല. സ്വാത്വികം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ അടിയറിവ് പറയുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു ധാരണയുണ്ട്, അത് തെറ്റാണ്. സ്വാത്വികമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും അത് കേട്ട് അടിയറിവ് പറയുക എന്നുള്ളതല്ല. ധർമ്മപരമായി ജീവിക്കുക എന്നുള്ളതാണ്, ധർമ്മത്തിനായി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാവർണി ദേവി തന്നെ വിവിധ ഭാവങ്ങൾ എടുക്കുന്നത്, രൂപങ്ങൾ എടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കും ആ വിവിധ ഭാവങ്ങളിലൂടെ രൂപങ്ങളിലൂടെ മാറി സാത്വികമായ ഭാവത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. അതെങ്ങനെ എന്ന് നമുക്ക് ഇതിങ്ങനെ പഠിച്ചു വരുമ്പോൾ പതുക്കെ മനസ്സിലാവും. ഈ ദേവി മഹാത്മ്യത്തിൻ്റെ പഠനം വെറുതെ വായിക്കുകയല്ല, നമ്മൾ അതിലൂടെ മാറുകയാണ് ചെയ്യേണ്ടത്. ദേവി ഈ മന്വന്തരാധിപൻ മാറുന്നത് പോലെ ഈ സാവർണി, സൂര്യതനയനായ സാവർണി ആ മന്വന്തരത്തിൽ അധിപനായി തീർന്നത് എങ്ങനെയാണോ അതുപോലെ മാറാനായിട്ട് ഈ ശരീരത്തിൽ ആത്മാവിന് കഴിയണം. ദേവി നിശ്ചയം അനുസരിച്ച് ഇത് കേൾക്കാൻ കഴിയുക എന്നുള്ളത് പോലും ദേവിയുടെ അനുഗ്രഹമാണെന്ന് പറയപ്പെടുന്നു. ദേവി മഹാത്മ്യം ഒന്ന് കേൾക്കാൻ കഴിയുന്നത്, അതിൻ്റെ ഒരു ശ്ലോകമെങ്കിലും വായിക്കാൻ കഴിയുന്നത്, ഒരു ശ്ലോകമെങ്കിലും കേൾക്കാൻ കഴിയുന്നത് ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഇത് തുടർന്ന് നമുക്ക് തുടരാം. ഇത് രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് കണ്ടത്. ആ മഹാഭാഗ്യവാനായ ആ വ്യക്തി ദേവിയുടെ മഹാമായയുടെ പ്രഭാവത്താൽ മന്വന്തരാധിപനായി എങ്ങനെ ആയി എന്ന കഥ ഞാൻ പറയാം, കേട്ടാലും.